ഒരിക്കലും ഞാനിങ്ങനെ PSCയിലേക്ക് വരുന്ന ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളായിരുന്നു. കാരണം നമ്മൾ കേൾക്കുന്നത് എന്താണ്, PSC പറഞ്ഞാൽ ഭയങ്കര ടഫാണ്, ഒരിക്കലും കിട്ടില്ല, കുറേ ആൾക്കാർ എത്രയോ വർഷം പഠിക്കുന്നുണ്ട് എന്നിട്ടും അവർക്കത് ക്യാച്ച് ചെയ്യാൻ കഴിയുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഓരോ തോട്ട്സാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഈ ചുവരിൽ നിറച്ച് ബാനേഴ്സ് കാണും, ഓരോരുത്തരെ ഓരോ പോസ്റ്റിൽ കിട്ടിയ റാങ്ക് ഹോൾഡേഴ്സിനൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരുന്നു അത്. കാരണം അവരുടെ പോലെ എനിക്കും അങ്ങനെയൊന്നും ഒരു പോസ്റ്റ് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് എങ്ങനെ പഠിക്കണം എന്നൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷേ അതിവിടെ വന്നിട്ട് നമുക്ക് നല്ല ക്ലാസ് കിട്ടി. പിന്നെ ഒരു എക്സാം മാത്രം ഞാൻ അങ്ങനെ ഫോക്കസ് ചെയ്തിരുന്നില്ല. 2023 വുമൺ CPOൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. ഞാൻ അപ്ലൈ ചെയ്തു, എക്സാം ഞാൻ എലിജിബിളായി. അത് കഴിഞ്ഞിട്ടായിരുന്നു ഫിസിക്കൽ വന്നിരുന്നത്. ഫിസിക്കൽ ഞാൻ ഒട്ടും പോകില്ല എന്ന് വിചാരിച്ചതാണ്. കാരണം ഞാൻ ഹൈറ്റ് ഇഷ്യൂ എനിക്ക് ചെറുതായിട്ട് തോന്നിയിരുന്നു, കുറവായിരിക്കും എന്ന്. ഫിസിക്കൽ ടെസ്റ്റിൻ്റെ 1 മാസം മുമ്പ് മാത്രമേ ഞാൻ ട്രെയിനിങ്ങിന് പോയിരുന്നുള്ളൂ. കാരണം ഞാൻ പോകില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയായിരുന്നു. കാരണം ഹൈറ്റ് ഇഷ്യൂ ഉള്ളൊരു പേടി ഉണ്ടായിരുന്നു ഭയങ്കര. പക്ഷെ അതൊക്കെ ഞാൻ മാറ്റിയിട്ട് ഫിസിക്കലിന് പോയി. അൽഹംദുലില്ലാ ഫിസിക്കൽ പാസ്സായി. റാങ്ക് ലിസ്റ്റ് വന്നു. ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നതിൽ NCA 15ാം റാങ്ക് ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ജുമാന തസ്നീം. ഞാൻ മണ്ണാർക്കാട് നിന്ന് വരുന്നു. ഈ കഴിഞ്ഞ വിമൺ സിവിൽ പോലീസ് ഓഫീസറിൽ NCA 15ാം റാങ്ക് ഹോൾഡറാണ് ഞാൻ. വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു പോസ്റ്റ് എനിക്ക് കിട്ടിയതിൽ. അൽഹംദുലില്ലാ, ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടുമെന്നുള്ളത്. എൻ്റെ PSCയിലേക്കുള്ള ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ACEൽ നിന്നാണ്. കാരണം ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് CA ഇൻ്റർ ചെയ്യായിരുന്നു. പക്ഷേ കോവിഡ് ടൈം ആയതുകൊണ്ട് പ്രോപ്പർ ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഓൺലൈൻ വഴിയായിരുന്നു ക്ലാസ്. അതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായി തോന്നിയില്ല. അങ്ങനെ ഞാനത് അവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഇനി എന്ത് ഓപ്ഷനിൽ നിന്ന് നോക്കിയിരിക്കുമ്പോഴാണ് ഒന്നും ഇല്ല ഓപ്ഷന്, വേറെ എന്ത് ചൂസ് ചെയ്യുന്നോ ഒന്നും അറിയുന്നില്ല. അപ്പം എൻ്റെ സിസ്റ്ററാണ് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ACEലേക്ക് വന്നാൽ മതി. സിസ്റ്റർ ഓൾറെഡി അവിടെ LP-UP നോക്കിയിരുന്നു. അപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കിയില്ല, ഇങ്ങനെ ACEക്ക് വന്നു. ഇവിടെ ജനറൽ ബാച്ചിലാണ് ഞാൻ ജോയിൻ ചെയ്തിരുന്നത്. 2022 ജൂണിൽ ജോയിൻ ചെയ്തു. ഞാൻ ജോയിൻ ചെയ്ത ടൈമിൽ ഓൾറെഡി പോർഷൻസൊക്കെ കഴിയാനായിരുന്നു. എന്നാലും അവർ ബാക്കി നെക്സ്റ്റ് ഗ്രൂപ്പിൻ്റെ കൂടെ ഞങ്ങൾക്ക് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. മെയിൻ അഡ്വാൻറ്റേജ് ഇവിടുത്തെ എന്ന് പറയുന്നത് ഇവിടുത്തെ റീഡിങ് ഫെസിലിറ്റീസ് തന്നെയാണ്. കാരണം നമുക്ക് എത്ര ടൈം വേണമെങ്കിലും നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം. നല്ല കാം അറ്റ്മോസ്ഫിയറാണ് നമുക്ക് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ പുറമെ നല്ല ടീച്ചേഴ്സായിരുന്നു. ഞാൻ മാത്സ് ഇംഗ്ലീഷ് ഭയങ്കര വീക്കായിരുന്നു. പൊതുവേ എനിക്ക് ഇംഗ്ലീഷും ഇഷ്ടമല്ല, മാത്സും അതുപോലെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അത് ഇവിടെ വന്നിട്ട് മാറിക്കിട്ടി. കാരണം നല്ല ഫാക്കൽറ്റീസിനായിരുന്നു കിട്ടിയിരുന്നത്. നല്ല മാത്സൊക്കെ നമുക്ക് സിമ്പിൾ മെത്തേഡ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തു തന്നു. അതുപോലെ തന്നെ ഇംഗ്ലീഷും തന്നെ ഫാരിസ് സാറ് നല്ല ക്ലാസ് ആയിരുന്നു. സാറ് അതുപോലെ മധു സാറ്, ഇവരുടെയൊക്കെ ക്ലാസ് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. അങ്ങനെ പിന്നെ ആ പ്രശ്നം അങ്ങനെ മാറിക്കിട്ടി. ആ വീക്കായിട്ടുള്ള സബ്ജക്റ്റൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ കഴിഞ്ഞു. അതുപോലെ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ പഠിക്കണം എന്ന് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഒരു ബേസ് ഐഡിയ പോലും എനിക്ക് ഇവിടെ വരുമ്പോൾ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഈ ചുവരിൽ നിറച്ച് ബാനേഴ്സ് കാണും, ഓരോരുത്തരെ ഓരോ പോസ്റ്റിൽ കിട്ടിയ റാങ്ക് ഹോൾഡേഴ്സിനൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരുന്നു അത്. കാരണം അവരുടെ പോലെ എനിക്കും അങ്ങനെയൊന്നും ഒരു പോസ്റ്റ് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് എങ്ങനെ പഠിക്കണം എന്നൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷേ അതിവിടെ വന്നിട്ട് നമുക്ക് നല്ല ക്ലാസ് കിട്ടി. പിന്നെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നും കൂടി അത് ഡീപ്പായിട്ട് നമുക്കത് സ്റ്റഡി ചെയ്യാം. അത് ഞാൻ ഫോളോ ചെയ്തു. പിന്നെ ഇവിടുത്തെ റീഡിങ് ഫെസിലിറ്റീസ് തന്നെ നല്ല ഓരോരുത്തർക്കും ഓരോ സ്റ്റഡി മെത്തേഡായിരിക്കും. എനിക്ക് സെൽഫ് സ്റ്റഡി ആയിരുന്നു കൂടുതൽ യൂസ്ഫുള്ളായി തോന്നിയിരുന്നത്. പിന്നെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനോട് ചോദിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ ലൈബ്രറിയിൽ ഒരുപാട് ബുക്സ് ഉണ്ട്, നമുക്കതൊക്കെ റെഫർ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ഇവിടുന്ന് അവർ നമുക്ക് എല്ലാം ഹെൽപ്പും തന്നിരുന്നു. അതൊക്കെ വെച്ചിട്ട് ഞാനങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. പിന്നെ ഒരു എക്സാം മാത്രം ഞാൻ അങ്ങനെ ഫോക്കസ് ചെയ്തിരുന്നില്ല, വരുന്ന എല്ലാ എക്സാംസും ഞാനിങ്ങനെ കണ്ടക്ട് ചെയ്തിരുന്നു. പിന്നെ അങ്ങനെ 2023 വുമൺ CPOൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. ഞാൻ അപ്ലൈ ചെയ്തു, എക്സാം ഞാൻ എലിജിബിളായി. അത് കഴിഞ്ഞിട്ടായിരുന്നു ഫിസിക്കൽ വന്നിരുന്നത്. ഫിസിക്കൽ ഞാൻ ഒട്ടും പോകില്ല എന്ന് വിചാരിച്ചതാണ്. കാരണം ഞാൻ ഹൈറ്റ് ഇഷ്യൂ എനിക്ക് ചെറുതായിട്ട് തോന്നിയിരുന്നു, കുറവായിരിക്കും എന്ന്. പക്ഷേ ഇവിടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, എൻ്റെ 2 ഫ്രണ്ട്സ്. അവർ പറഞ്ഞു നീ ഉണ്ടാകും, നീ ഇവിടെ വന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരെൻ്റെ ഹൈറ്റൊക്കെ നോക്കി ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഫിസിക്കലിന് പോകാൻ റെഡിയായി. ഏകദേശം ഒരു
ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഒരു മാസം മുമ്പ് മാത്രമേ ഞാൻ ട്രെയിനിങ്ങിന് പോയിരുന്നുള്ളൂ. കാരണം ഞാൻ പോകില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയായിരുന്നു. കാരണം ഹൈറ്റ് ഇഷ്യൂ ഉള്ളൊരു പേടി ഉണ്ടായിരുന്നു ഭയങ്കര. പക്ഷേ അതൊക്കെ ഞാൻ മാറ്റിയിട്ട് ഫിസിക്കലിന് പോയി. അൽഹംദുലില്ലാ ഫിസിക്കൽ പാസ്സായി. പിന്നെ റാങ്ക് ലിസ്റ്റ് വന്നു. ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നതിൽ NCA 15ാം റാങ്ക് ഉണ്ട്. ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനൊരു റാങ്ക് എനിക്ക് കിട്ടും, അങ്ങനെയൊന്നും വിചാരിച്ചിരുന്നില്ല. കാരണം എന്താന്ന് പറയാ, ഒരിക്കലും ഞാനിങ്ങനെ PSCയിലേക്ക് വരുന്ന ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളായിരുന്നു. കാരണം നമ്മൾ കേൾക്കുന്നത് എന്താണ്, PSC പറഞ്ഞാൽ ഭയങ്കര ടഫാണ്, ഒരിക്കലും കിട്ടില്ല, കുറേ ആൾക്കാർ എത്രയോ വർഷം പഠിക്കുന്നുണ്ട് എന്നിട്ടും അവർക്കത് ക്യാച്ച് ചെയ്യാൻ കഴിയുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഓരോ തോട്ട്സാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും PSC പറഞ്ഞാൽ സിമ്പിളല്ല എന്ന് തന്നെ വിചാരിച്ചിരുന്നത്. പിന്നെ നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് നല്ല വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കത് എന്തായാലും കിട്ടും. അതെനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ ഞാൻ എൻ്റെ സ്റ്റഡി പ്ലാൻ കുറച്ചുകൂടി മാറ്റി. വീക്ക് ഏരിയാസ് കുറച്ചും കൂടി കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിച്ചു. അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ഇതൊക്കെ ഞാൻ വീക്കിലി കറണ്ട് അഫയേഴ്സ് ഇങ്ങനെ ചെക്ക് ചെയ്യും. അതായത് ഡെയിലി നമ്മളുള്ള കറണ്ട് അഫയേഴ്സ്, ഓരോ ദിവസത്തെയും കറണ്ട് അഫയേഴ്സ് നമ്മൾ ഇങ്ങനെ ന്യൂസ് പേപ്പറിൽ എഴുതിയെടുക്കും. അത് എല്ലാ സാറ്റർഡേ സൺഡേ അതങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിക്കും. അങ്ങനെ എല്ലാ സബ്ജക്റ്റും. പിന്നെ ഒരു ദിവസം ഇത്ര സബ്ജക്റ്റ് നമ്മളിങ്ങനെ ഇത്ര പോർഷൻസ് കംപ്ലീറ്റ് ആക്കണം എന്നുള്ളൊരു പ്ലാനിങ് വെച്ചിരുന്നു. ഓരോ ദിവസം ഇത്രണ്ണം ഫോക്കസ് ചെയ്യണം എന്നുള്ളത്. അതുപോലെ എക്സാം ആവണതിൻ്റെ 2 ദിവസം മുന്നേ 3 ദിവസം മുമ്പൊക്കെ ആയിരുന്നു ഞാൻ പഠിച്ചിരുന്നത് ആദ്യമൊക്കെ. പക്ഷെ ഇവിടെ അത് നടക്കില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഡെയിലി നമ്മൾ ഇത്ര അവർ പഠിക്കാൻ തന്നെ സ്പെൻഡ് ചെയ്യണമെന്ന് മനസ്സിലാക്കി. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ചും കൂടി പ്രൊഡക്റ്റീവായി. നമ്മൾ ഇത്ര ടൈം പഠിച്ചു, അത് റിവിഷൻ ചെയ്തു. പഠിച്ചാൽ മാത്രം പോരാ, നമ്മളത് കറക്റ്റ് ടൈമിൽ റിവിഷൻ ചെയ്യണം. എന്നാൽ തന്നെ നമുക്ക് ഇത് കിട്ടുകയുള്ളൂ. ചിലർ പറയും പെട്ടെന്ന് ചിലർ പറയും PSC അല്ലേ കിട്ടില്ല, ഇതന്നെ കേട്ടിരുന്നത്. ഒരു പക്ഷേ നമുക്ക് ഈ മോട്ടിവേഷനേക്കാളും എനിക്ക് ബെറ്ററായി തോന്നിക്കുന്നത് ഡീമോട്ടിവേഷൻ തന്നെയാണ്. കാരണം എനിക്ക് മോട്ടിവേഷൻ കിട്ടിയാൽ ഞാൻ വിചാരിക്കും നാളെ തുടങ്ങാമെന്ന് വെച്ചിട്ട് ഞാൻ അതിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്യായിരുന്നു. അതിങ്ങനെ വർക്കൗട്ട് ചെയ്തിരുന്നില്ല. പക്ഷേ നല്ല ഡീമോട്ടിവേഷൻ കിട്ടിയപ്പോഴാണ് ഒരു വാശി വന്നത്. എങ്ങനെയായാലും എനിക്കത് പഠിച്ച് കിട്ടണം എന്നുള്ള ഭയങ്കര വാശിയായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ചുകൂടി പ്രൊഡക്റ്റീവായി. നല്ല മെറ്റീരിയൽസ് മീൻസ് ഞാൻ കുറച്ച് സെൽഫായിട്ട് ഞാൻ എൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിരുന്നു. അത് അങ്ങനെ റാങ്ക് ഫയൽസ്, പിന്നെ ഇവിടുത്തെ റീഡിങ് ഫെസിലിറ്റീസ് തന്നെ ഇത് ഞാൻ മാക്സിമം യൂസ് ചെയ്തിരുന്നത്. ക്ലാസ് കഴിഞ്ഞിട്ടും എക്സാം വരെ ഞാൻ ഇവിടെ തന്നെയായിരുന്നു വന്ന് പഠിച്ചിരുന്നത്. അത് നമുക്ക് ഇവിടെ ഒരു പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റാണത്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് പഠിക്കാം. അത് ഇവിടെ മാത്രമേ ഉള്ളൂ കിട്ടുന്നുള്ളൂ, വേറെ എവിടുന്നും അത് കിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതുപോലെ എൻ്റെ ഫാമിലി ഭയങ്കര സപ്പോർട്ടായിരുന്നു, എസ്പെഷ്യലി എൻ്റെ ഹസ്ബൻഡ്. കാരണം ഞാനൊരു 2-3 എക്സാം, ഫസ്റ്റ് എക്സാം എൻ്റെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആയിരുന്നു. അത് എഴുതിയപ്പോൾ കുഴപ്പമില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് എക്സാം എഴുതുന്നത്. അങ്ങനെ 2 എക്സാം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഫസ്റ്റത്തെ എക്സാമിൽ നിന്ന് നമുക്ക് അടുത്ത എക്സാം എഴുതുമ്പോൾ എത്ര മാർക്ക് ഇങ്ങനെ കൂടുതൽ കിട്ടും നോക്കും. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്കിങ്ങനെ എത്ര ഇമ്പ്രൂവ്മെൻറ്റ് എനിക്കായി, അടുത്ത എക്സാം എഴുതുമ്പോൾ അതിലും കൂടുതൽ കിട്ടുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആകുന്നു, ഞാൻ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻ്റ് ആയി എന്നുള്ള ലെവലിലേക്ക്. പിന്നെ ഞാനിങ്ങനെ ഇടയ്ക്ക് തോന്നാറുണ്ട്, എന്താ ഞാൻ പഠിച്ചിട്ട് ഇപ്പോഴും എനിക്കൊരു ജോലി ആയിട്ടില്ലല്ലോ, ഇതിവിടെ സ്റ്റോപ്പ് ചെയ്താലും എന്നൊക്കെ ഞാൻ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഹസ്ബൻഡ് പറയും ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. കാരണം പ്രൈവറ്റൊന്നും ഒരിക്കലും സ്റ്റേബിൾ അല്ല. കാരണം എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ജോബ് പോകാം പ്രൈവറ്റ്. കാരണം ഹസ്ബൻഡ് സമ്മതിച്ചിരുന്നില്ല. ഹസ്ബൻഡ് എപ്പോഴും പറഞ്ഞത് എത്ര വെയിറ്റ് ചെയ്താലും വേണ്ടില്ല, ഒരു ഗവൺമെൻറ് ജോബ് തന്നെ ആയിട്ട് ലൈഫ് സെക്യൂർഡ് ആക്കാനായിരുന്നു ഹസ്ബൻഡിന് നിർബന്ധം. സോ ഞാൻ പിന്നെ അത് തന്നെ ചൂസ് ചെയ്തു. നമുക്ക് ബെറ്റർ ഗവൺമെൻറ് തന്നെ ആയിരിക്കും നമുക്ക് കൂടുതൽ സെക്യൂർഡ് ആകാമെന്ന് മനസ്സിലായി. അങ്ങനെ ഓരോ എക്സാം കഴിയുമ്പോഴും നമുക്ക് കിട്ടുന്ന മാർക്കിൽ കുറച്ച് സാറ്റിസ്ഫാക്ഷൻ കിട്ടലെടുത്തി. കാരണം ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ഉണ്ടെന്ന് നമുക്ക് സെൽഫായിട്ട് തന്നെ മനസ്സിലാകാൻ തുടങ്ങി. പിന്നെ ഇതിലേക്ക് വരുന്ന സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, നമ്മൾ ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. എന്നാൽ തന്നെ മാത്രമേ നമുക്കിത് അച്ചീവ് ചെയ്യാൻ കഴിയുക. കാരണം PSC എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്ക് കിട്ടില്ല, നമ്മളതിന് ഹാർഡ് വർക്ക് ചെയ്യേ വേണം. ഡെയിലി ഇത്ര പോർഷൻസ്, ഇത്ര അവർ നമ്മൾ പഠിക്കണം. ബിഗിനേഴ്സ് ആണെങ്കിൽ കുറച്ച് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം. ഏത് സബ്ജക്റ്റാണ് വീക്കെങ്കിൽ ആ സബ്ജക്റ്റ് കൂടുതൽ ഫോക്കസ് ചെയ്യണം. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു സ്ട്രഗ്ലിംഗ് ഒക്കെ ഉണ്ടാകും, അതൊക്കെ സ്വാഭാവികമായിരിക്കും. പിന്നെ നമ്മളതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്ത് തുടങ്ങിയാൽ പിന്നെ നമുക്കതൊക്കെ സിമ്പിളായിരിക്കും. കാരണം പിന്നെ നമുക്കൊന്ന് ജസ്റ്റ് വായിച്ച് പോയാൽ മതി. ഓരോ പോർഷൻസ് കേൾക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകാൻ തുടങ്ങും, ഇതിങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മളൊരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കറണ്ട് അഫയേഴ്സ് നോക്കണം. കാരണം നമ്മളിതൊക്കെ ചെയ്യണമെങ്കിൽ ചിലവർ കറണ്ട് അഫയേഴ്സ് നോക്കാറുണ്ടാവില്ല. പക്ഷെ അങ്ങനെ ചെയ്യരുത്. കാരണം കറണ്ട് അഫയേഴ്സിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പോൾ നമ്മൾ അത് മാനേജ് ചെയ്യണം. എല്ലാ സബ്ജക്റ്റിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്ത് പ്രോപ്പർ സ്റ്റഡി പ്ലാൻ ആയിരിക്കണം. എന്നാൽ തന്നെ നമുക്കത് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഒറ്റയടിക്കൊന്നും ആർക്കും കിട്ടില്ല. പിന്നെ കിട്ടും, അത്രയും പ്രൊഡക്റ്റീവായവർക്ക് കിട്ടും കേട്ടോ.
ഞാനിപ്പോൾ 2022 ഇവിടെ ജോയിൻ ചെയ്തത്. ഇപ്പോൾ 2025 റിസൾട്ട് വന്നത്. അതിലെനിക്ക് NCA 15 റാങ്ക് കിട്ടി. അതിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് എയ്സ് തന്നെയാണ്. കാരണം ഇവിടേക്കുള്ള എൻ്റെ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എയ്സിലൂടെയാണ്. അതിന് ഞാൻ എയ്സിനോട്, ഓൾ എയ്സ് ഫാമിലിനോട് ഞാൻ താങ്ക്സ് പറയുന്നു. പിന്നെ എൻ്റെ ഫാമിലി ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു, എല്ലാവരോടും താങ്ക്സ്.